പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇപ്പം ക്ഷണിക്കുന്നത്, ഇത് ചുങ്കപ്പാറ പുളിക്കമ്പാറ റോഡാണ്. പുളിക്കമ്പാറ റോഡാണ് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ താഴേക്ക് കൂട്ടുന്ന വേസ്റ്റുകളാണ്. വീടുകളിൽ നിന്നും അറവുമാട് ചന്തകളിൽ നിന്നും കൂടുന്ന വേസ്റ്റുകൾ ഏതാണ്ടൊരു, കണ്ടോ, നിങ്ങളത് കാണുന്നുണ്ട്, ഏതാണ്ടൊരു 50 മീറ്ററോളം നീളത്തിൽ രാത്രിക്കും പകലും വ്യത്യാസമില്ലാതെ കൊണ്ട് തള്ളുകയാണ്. കണ്ടോ, ഒരു പുരയിടമാണിത്. നമ്മുടെ നിയമങ്ങൾ എവിടെ കിടക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതൊന്ന് കാണേണ്ടതാണ്. ഇത് ഈ പോസ്റ്റ് നിർബന്ധമായിട്ടൊന്ന് കാണണം നിങ്ങൾ. ഞാനിവിടുന്ന് നാട്ടുകാർ പരാതി പറഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്തതാണ്. ഇത് പുളിക്കമ്പാറ റോഡിൽ പുളിക്കമ്പാറ ഒരു തോടുണ്ട്. ഈ ഊരുകുഴി തോടാണിത് കേട്ടോ. ഇതിന് തൊട്ട് താഴെ ഏതാണ്ട് നിരവധി കുടുംബങ്ങൾ ഉണ്ടോ, തുണി അലക്കാനും മറ്റും തോട് ഉപയോഗിക്കുന്നുണ്ട്. വർഷത്തിലൊരു 3-4 മാസം ഒഴിച്ചാൽ ഈ തോട്ടിൽ വെള്ളമുണ്ട്. ഇവിടെ കുന്നുകൂടുന്ന ഈ മാലിന്യങ്ങൾ കണ്ടോ, ഇതെവിടുന്ന് കൊണ്ട് തള്ളുന്നതാണെന്ന് കണ്ടുപിടിക്കേണ്ട അധികാരികളുണ്ട്. കാരണം ഇത് കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ 8ാം വാർഡാണ് കേട്ടോ. കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കേട്ടോ. ഈ സ്ഥല ഉടമസ്ഥന് പോലും പരാതിയില്ല എന്നാണ് ഇവിടെ ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം ഈ വീടിൻ്റെ ഇതിന് നേരെ ഓപ്പോസിറ്റ് നിരവധി കുടുംബങ്ങളുണ്ട്. അവർക്കൊന്നും ഒരു കാരണവശാലും ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദുർഗന്ധമാണ്. രാത്രിയും പകലും ഒരു കാരണവശാലും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ദുർഗന്ധമാണ്. ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം കാണണമെന്നാണ് ഉടനെ വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ ആവശ്യപ്പെടുന്നു. അടിയന്തര നടപടി ഉണ്ടാകണം. ഇതാരാണോ ഇത് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാൻ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുളിക്കമ്പാറ റോഡിലും പരിസരത്തും ചെയ്യണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. ഓക്കെ, ഇത് ചുങ്കപ്പാറ പുളിക്കമ്പാറ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള അമിറ്റി റോക്സിൻ്റെ താഴ്ഭാഗത്തുള്ള ഭാഗമാണിത് കേട്ടോ. അത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഹുസൈന റാവുത്തർ, ചുങ്കപ്പാറ, പത്തനംതിട്ട. എൻ്റെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇത്ര ഏരിയ കാണിച്ച് നിങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ഏരിയ കൂടെ ഞാൻ കാണിക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ.